നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു എന്നാണ് നാം വായിച്ച വചനം. നമ്മുടെ ഉള്ളം, അവിടെ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത് ഉള്ളം എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, കർത്താവേ, എൻ്റെ ഹൃദയം അല്ലെങ്കിൽ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിന് വേണ്ടി കൊതിക്കുന്ന, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിനായി, ദൈവിക ഒരു ഇടപെടലിനായി, ദൈവിക ഒരു ശബ്ദത്തിനായി, ദൈവികമായ ഒരു എൻകൗണ്ടറിനായി, ദൈവികമായ ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടണം എന്ന് ആമേ പ്രാർത്ഥിച്ച് അതിനായി കാത്തിരിക്കുന്ന ആരുണ്ട്? ഇവിടെ സങ്കീർത്തനക്കാരൻ പറയും, എൻ്റെ ഉള്ളം, എൻ്റെ ഹൃദയം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ യേശുപ്പച്ചൻ്റെ സാന്നിധ്യത്തിനായി, എൻ്റെ യേശുപ്പച്ചൻ്റെ ഒരു പ്രവൃത്തിക്കായി, ഒരു വിടുതലിനായി, ഒരു ദൈവ ശബ്ദത്തിനായി, ഒരു എൻകൗണ്ടറിനായി, ആമേൻ, സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ കർത്താവ് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിനായി എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ. സങ്കീർത്തനങ്ങൾ 84 അധ്യായം അതിൻ്റെ 2 വാക്യം വായിക്കാമോ? സങ്കീർത്തനങ്ങൾ 84 2 വാക്യത്തിൽ ഇപ്രകാരമാ പറഞ്ഞിരിക്കുന്നേ. 84:2 സങ്കീർത്തനങ്ങൾ 84 അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. അവിടെ പറയുക, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിക്കുകയാണ്. ആമേൻ, സ്തോത്രം, അതിനായി മോഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആമേൻ, നമുക്കറിയാം, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു, മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പലതിനെക്കുറിച്ചും പല കാര്യങ്ങളിലും നമുക്ക് മോഹങ്ങളുണ്ട്. ആ മോഹമാണ് നമ്മുടെ അകത്ത് ഇഷ്ടങ്ങളായി, ആഗ്രഹങ്ങളായി, വിചാരങ്ങളായി, ചിന്തകളായിട്ടൊക്കെ പരിണമിച്ച് അതാണ് പലതിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഇന്ന് പകലിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ വാഞ്ചയും എൻ്റെ മോഹവും യഹോവേ, ആമേ, നിന്റെ പ്രാകാരങ്ങളാണ്, അല്ലെങ്കിൽ നിന്റെ സന്നിധിയാണ്, നിന്റെ ഇടപെടലാണ്, നിന്നിൽ നിന്നുമുള്ള ദൈവ ശബ്ദം കേൾക്കാൻ, ആ എൻകൗണ്ടറിനായി എൻ്റെ ഉള്ളം നിനക്കായി കാത്തിരിക്കുന്നു. എൻ്റെ ഉള്ളം നിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിക്കുന്നു. എത്ര പേർ, ആമേൻ, സ്തോത്രം, ആമേൻ, കർത്താവിനോട് അങ്ങനെ പറയുവാനായിട്ട് കഴിയും? ആമേൻ, സ്തോത്രം. സങ്കീർത്തനങ്ങൾ നാം പഠിക്കുമ്പോൾ വീണ്ടും സങ്കീർത്തനത്തിൽ ആമേൻ ഇപ്രകാരമായി എഴുതിയിരിക്കുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, ആമേൻ, ആമേൻ, സ്തോത്രം, ദൈവമേ, എൻ്റെ ആത്മാവ്, എൻ്റെ ഉള്ളം, ആമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ആമേ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ആമേ നമ്മുടെ ഉള്ളം ആ ദൈവ സാന്നിധ്യത്തോട് ആമേ കൊതിക്കുന്ന, നമ്മുടെ ഉള്ളം കൊതിക്കുന്ന, ആമേൻ, സ്വത്ര ആ ഒരു അനുഭവം ആമേൻ നമുക്ക് തരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ദാഹത്തോടെ ഈ മാസത്തിൽ നാം ആയിരിക്കുന്നെങ്കിൽ ചില പുതിയ വിടുതലുകൾ, ചില പുതിയ ബിഗിനിങ്ങുകൾ, ചില പുതിയ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ പകരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ദാഹിക്കുന്ന ഏവരും എൻ്റെ അരികിൽ വരുവിനെന്ന കർത്താവ് പറഞ്ഞത്. ഈ ദാഹം പുറമേ ഉള്ള ഒരു ദാഹമല്ല, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഉള്ളം, നമ്മുടെ ഹൃദയം ദൈവ സാന്നിധ്യത്തെ, ദൈവത്തെ, ആത്മാക്കളെ, ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ, അങ്ങനെ കൊതിക്കുന്ന, ആമേൻ, ഒരു ദൈവ, ആമേൻ, അങ്ങനെയുള്ള ഒരു ഹൃദയം നമ്മുടെ അകത്തുണ്ടെങ്കിൽ വലിയൊരു ദൈവ പ്രവൃത്തിക്കായി പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുവാനിടയാകും. ഇവിടെ നാം വായിച്ചതൊന്ന്, എൻ്റെ ഉള്ളം യഹോവയ്ക്കായി ആമേൻ കാത്തിരിക്കുന്ന, അല്ലേ? എൻ്റെ ഉള്ളം
യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി ആമേ കാത്തിരിക്കുന്നു. ആമേ 33-ാം സങ്കീർത്തനത്തിലേക്ക്, നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് നാം ആമേ തിരിച്ചു വന്നാട്ടെ. അവിടെ എഴുതിയിരിക്കുക, ഒന്ന്, നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അപ്പൊ നാം യഹോവയ്ക്കായി നമ്മുടെ ഉള്ളം കാത്തിരുന്നാൽ ഒന്നാമത്തെ പ്രയോജനം ആമേ എന്താണെന്ന് എഴുതിയിരിക്കുക, യഹോവ നമ്മുടെ സഹായവും പരിചയമാവും. നമ്മുടെ ഹൃദയം, നമ്മുടെ ഉള്ളം കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ, ദാഹത്തോടെ ആയിരുന്നാൽ, ആമേൻ ആമേ, ഒരു വിഷയത്തിലും നീ ക്ഷീണിച്ചു പോകാൻ, ഒരു വിഷയത്തിലും നീ തളർന്നു പോകാൻ, ഒരു വിഷയത്തിലും നീ പരാജിതനായി പോകാൻ, നീ വീണു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നുണ്ടോ? ദൈവ സാന്നിധ്യത്തിനായി, ദൈവ പ്രവൃത്തിക്കായി ആമേൻ നിന്റെ ഉള്ളം, നിന്റെ ഹൃദയം കാത്തിരിക്കുന്നെങ്കിൽ, അതിനായി കൊതിക്കുന്നെങ്കിൽ, ഒന്ന്, യഹോവ നിന്റെ സഹായവും നിന്റെ പരിചയമാകും. ഇന്ന് പകൽ ആമേൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഉള്ളം, ഹൃദയം യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ദൈവ പൈതലേ, ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ നിന്നോട് പറയുന്നു, നിന്റെ സഹായം ദൈവത്തിൽ നിന്ന് വരുന്നു. അവൻ നിന്റെ സഹായവും നിന്റെ പരിചയവുമാണ്. പകലാദിത്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കോ. ആമേൻ. നിന്റെ ഒരു വശത്തായിരവോ നിന്റെ വലത്തുവശത്ത് 10,000 വീഴോ, എങ്കിലും അവ നിന്നോട് അടുത്തു വരികയില്ല. പകൽ പറക്കുന്ന അസ്ത്രത്തെ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ, രാത്രിയിലെ ഭയത്തെ നിനക്ക് പേടിപ്പാനില്ല. കാരണം അവൻ പരിചയമായി നിന്റെ കൂടെ നിൽക്കും. അവൻ നിനക്ക് സഹായമായി എഴുന്നള്ളി വരോ. നിന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിലാണ്. ആ ദൈവത്തിനായി നിന്റെ ഉള്ളം, നിന്റെ ഹൃദയം കാത്തിരിക്കുന്നുണ്ടോ, ദാഹിക്കുന്നുണ്ടോ? എങ്കിൽ ആമേൻ നിന്റെ സഹായം എഴുന്നള്ളോ. ആമേൻ ആമേൻ, നിന്റെ പരിചയമായി എൻ്റെ ദൈവം നിൽക്കും. രണ്ടാമതായി, നമ്മുടെ ഉള്ളം, നമ്മുടെ ഹൃദയം യഹോവയ്ക്കായി കൊതിച്ചാൽ രണ്ടാമത് എന്താണ് ആമേ പ്രയോജനമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. 35-ാം സങ്കീർത്തനം, 35-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവന്റെ രക്ഷയിൽ സന്തോഷിക്കും. അപ്പൊ നമ്മുടെ ഉള്ളം, നമ്മൾ കർത്താവിനായി കാത്തിരിക്കുന്നുവെങ്കിൽ രണ്ടാമത് നമ്മളെ അവൻ ആമേ ആനന്ദിപ്പിക്കുമാറാക്കുന്ന, സന്തോഷിപ്പിക്കുമാറാക്കുന്ന ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പകരുവാനിടയായി തീരും. ആമേൻ, സ്തോത്രം. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുക, ഒന്ന്, എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. യഹോവയ്ക്കായി ആമേൻ ഉള്ളം കൊതിക്കുന്ന, കാത്തിരിക്കുന്ന ആമേൻ ഭക്തൻ, ഒന്ന്, വചനം പറയുന്നു, അവന് വേണ്ടി ദൈവം സഹായമായി പരിചയമായി എഴുന്നള്ളും. രണ്ട്, യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഉള്ളം, ഹൃദയം, അവന് ദൈവം സന്തോഷിപ്പിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ സന്തോഷിക്കും, അവന്റെ രക്ഷയിൽ ആമേൻ ആനന്ദിക്കും. അങ്ങനെയെങ്കിൽ ഉള്ളം യഹോവയ്ക്കായി കൊതിക്കുന്ന, കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നിനക്കൊരു സന്തോഷം, നിന്റെ കുടുംബത്തിലൊരു സന്തോഷം, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, ആത്മീക തലങ്ങളിൽ നിന്നെ സന്തോഷിപ്പിക്കുന്ന ദൈവ പ്രവൃത്തി പരിശുദ്ധാത്മാവ് പകരുവാനിടയായി തീരും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? അവർ ആ കരങ്ങളെ ഉയർത്തി ആമേൻ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. വീണ്ടും കർത്താവിന്റെ വചനം നാം പഠിക്കുമ്പോൾ ആമേൻ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ, സ്തോത്രം. സങ്കീർത്തനങ്ങൾ 62-ന്റെ ആമേൻ 1-ാം വാക്യത്തിലും, സങ്കീർത്തനങ്ങൾ 62-ാം അധ്യായം 1-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല, കുലുങ്ങത്തില്ല. അതായത് നിന്നെ ഉറപ്പുള്ളവനാക്കുമെന്നാ പറഞ്ഞു. ഉറപ്പില്ലാത്ത ഇടത്താണ് കുലുക്കം വരുന്നത്, ചാഞ്ചാട്ടം വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ ചാടുന്ന, അല്ലെങ്കിൽ ചാഞ്ചാടുന്ന, ഉറപ്പില്ലാത്ത, സ്ഥിരതയില്ലാത്ത, അവിശ്വാസമുള്ള, ഇരുമനസ്സുള്ള ഹൃദയമായി പോകുന്നത്. എന്നാൽ നമ്മുടെ ഉള്ളം, ഇവിടെ പറയുക സങ്കീർത്തനക്കാരൻ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ ഉള്ളം
എൻ്റെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുകയാണ്, അവനായി കാത്തിരിക്കുകയാണ്. ആമേൻ, അവനായി കാത്തിരിക്കുന്ന ദൈവവേദനെ, ഒന്ന്, അവൻ നിന്റെ സഹായവും പരിചയം. രണ്ട്, ആമേൻ, ആമേ നിനക്ക് ആമേ അവനിൽ സന്തോഷം തരും. മൂന്ന്, ആമേ ഉള്ളം യഹോവയ്ക്കായി കാത്ത് അവന്റെ സന്നിധിയിൽ വെയിറ്റ് ചെയ്ത് മൗനമായി ഇരിക്കുന്ന ദൈവവേദനെ, ആമേ വചനം എഴുതിയിരിക്കുന്നു. ആമേൻ, സ്തോത്രം, നിന്റെ രക്ഷ അവങ്കൽ നിന്ന് വരൂ, നീ കുലുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കത്തില്ല. ആമേൻ, സ്തോത്രം, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. ഈ പകൽ എത്ര പേർ പറയോ ആമേൻ, സ്തോത്രം, ഞാൻ ഉറപ്പുള്ളവനായി നിൽക്കത്തക്ക രീതിയിൽ ആമേൻ എന്റെ കാലുകളെ ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൽ, ആമേൻ, ആമേൻ വിശ്വാസ ജീവിതത്തിൽ എന്റെ കാലുകൾ വഴുതി പോകുമോ, എന്റെ ജീവിതം വഴുതി പോകുമോ, ആമേൻ, ആമേൻ ശത്രു എന്നെ തോൽപ്പിച്ചു കളയുമോ എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ പകൽ എന്നെ കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, സ്തോത്രം, ആമേൻ, നീ ആമേൻ ഏറെ കുലുങ്ങിപ്പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അവൻ നിന്റെ ഗോപുരമാണ്, അവൻ നിന്റെ പാറയാണ്, നിന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ, എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി ആമേ കാത്തിരിക്കുന്നു, നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കാത്തിരിക്കുന്ന ഉള്ളം, ഹൃദയം യഹോവയ്ക്കായി കാത്തിരിക്കുന്ന വ്യക്തിക്ക് ഒന്ന്, യഹോവ സഹായവും പരിചയമാകും. രണ്ട്, ആമേൻ, ആമേ യഹോവ അവന് ആമേ ആനന്ദഘോഷം, ആനന്ദം ആമേ അവന്റെ ജീവിതത്തിൽ പകരും. മൂന്ന്, ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ദൈവ പൈതൽ കുലുങ്ങിപ്പോകാൻ ആമേ ദൈവം അനുവദിക്കത്തില്ല. ആമേ കർത്താവ് അവന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. എത്ര പേർ ആമേ കർത്താവിനെ ആമേ സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ. കർത്താവിന്റെ വചനത്തിൽ വീണ്ടും നാം വായിക്കുമ്പോൾ ആമേൻ സങ്കീർത്തനത്തിൽ വീണ്ടും കാണുവാൻ കഴിയും, ആമേ എന്റെ ഉള്ളം ആമേ യഹോവയോട് പറ്റിയിരിക്കുന്നു. 63-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. 63-ന്റെ 8-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഹൃദയം പലപ്പോഴും നമ്മളെ വഞ്ചിച്ചു കളയും, നമ്മളെ ചതിച്ചു കളയും. അതാണ് ഈ പൗലോസ് ഇങ്ങനെ ആ കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ? അല്ലെ, അങ്ങനല്ലേ? ആമേൻ, സ്തോത്രം. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യരിലേക്ക് വന്നാൽ 11-ാം അധ്യായത്തിലാണ്. അവിടെ ആമേ പൗലോസ് ലീഗ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എഴുതുകയാണ്. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ഉള്ളം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ ഹൃദയം, ആമേൻ, നമ്മുടെ ഉള്ളം ദൈവത്തോടുള്ള ഭക്തി വിട്ട് വഷളായി പോകുമോ എന്ന് ഭയം. നമ്മുടെ ഹൃദയം പലപ്പോഴും നമ്മളെ ആമേ വഞ്ചിച്ചു കളയും. നമ്മുടെ ഹൃദയം പലപ്പോഴും തെറ്റിപ്പോകുന്നതാണ്. അതാണ് വചനം എഴുതിയിരിക്കുന്നത്, ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആരെന്ന് വചനം ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സങ്കീർത്തനത്തിൽ നാം വായിച്ചത് എൻ്റെ ഉള്ളം യഹോവയോട് പറ്റിയിരിക്കുന്നു എന്നാണല്ലോ. എൻ്റെ ഉള്ളം യഹോവയോട് പറ്റിയിരിക്കുന്നു. അപ്പോൾ ആമേ യേശുപ്പച്ചനോട് നമ്മുടെ ഹൃദയം കർത്താവിനോട് പറ്റി ആമേൻ ആമേ ഇരുന്നാൽ, ഈ ദിവസങ്ങൾ നമ്മുടെ ഉള്ളം ആമേ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ആമേൻ, സ്തോത്രം, മൗനമായിരിക്കുന്നു. ആമേ നമ്മുടെ ഉള്ളം യഹോവയോട് പറ്റിയിരുന്നാൽ വചനം ആമേ പറയുകയാണ്, ആമേ എന്ത് പ്രയോജനം? അവന്റെ വലങ്കൈ നിന്നെ താങ്ങുവാനിടയായിത്തീരും. നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. ഹല്ലേലൂയ. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. 63-ാം സങ്കീർത്തനം 8-ാം വാക്യം, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. ഇന്ന് പകൽ അവന്റെ വലങ്കൈ ആമേൻ, സ്തോത്രം, ആമേൻ, നമ്മളെ ആമേൻ താങ്ങത്തക്ക നിലവാരത്തിൽ, ഹല്ലേലൂയ, 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 ആമേൻ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും ആമേൻ നമ്മളെ താങ്ങുവാൻ ആമേൻ അവൻ്റെ വലങ്കൈ നമ്മളോടൊപ്പമുണ്ട്. അവൻ്റെ വലങ്കൈ നമ്മളെ താങ്ങുന്ന വലങ്കൈയാണ്. ആമേൻ, സ്തോത്രം. ഈ പകൽ എത്ര പേർ പറയും, കർത്താവേ എൻ്റെ ഉള്ളം നിന്നോട്
പറ്റിയിരിക്കുകയാണ്. ആമേ വേറെ ആമേ ഏതിനോടും എൻ്റെ ഉള്ളം കൊതിക്കുന്നതിനേക്കാൾ അങ്ങയുടെ പ്രാകാരങ്ങളെ, അങ്ങയുടെ സാന്നിധ്യത്തെ, ആമേൻ അങ്ങയുടെ സന്നിധിയെ, അങ്ങയുടെ വചനത്തെ, ആമേൻ ആമേ ആരാധനയെ, ആമേൻ ഒക്കെ ആമേ കർത്താവേ എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മളെ താങ്ങിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ സ്വന്തം ബലം കൊണ്ടും നമ്മുടെ പണം കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും നമുക്ക് ഈ പോർക്കളത്തിൽ, ഈ വിശ്വാസമെന്ന ക്രിസ്തീയ ജീവിത ഈ പോർക്കളത്തിൽ നമ്മളെ താങ്ങുവാൻ വേറെ ഏതൊരു ആമേ വ്യക്തിയെക്കാളും, വേറെ ഏതൊരു ആമേ മാനുഷിക കരത്തെക്കാളും നമ്മളെ താങ്ങുവാൻ യേശുപ്പച്ചൻ്റെ കരം. അതെ ആമേൻ, ആ കരമാണ് നമ്മുടെ ഇന്നലകളിൽ, നമ്മുടെ വീഴ്ചയിൽ നമ്മളെ താങ്ങിയില്ലേ? നമ്മുടെ വേദനയിൽ നമ്മളെ താങ്ങിയില്ലേ? എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ നമ്മളെ താങ്ങിയില്ലേ? നമ്മൾ വീഴുമെന്ന് തോന്നിയപ്പോൾ ആമേ വീണ് ആമേ നാശമായി പോകാതെ ആ വീഴ്ചയുടെ ആമേ അയ്യോ തീർന്നുവെന്ന് നാം ചിന്തിച്ചപ്പോൾ ഒരു കരം നിന്നെയും എന്നെയും താങ്ങിയില്ലേ? ആമേൻ സ്തോത്രം. എൻ്റെ ഉള്ളം യഹോവേ നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. ഈ ധരയിൽ, ഈ മരുഭൂയാത്രയിൽ എന്നെയും നിങ്ങളെയും താങ്ങാൻ ഒരു കരമുണ്ട്. ആമേ നാം എന്ത് ചെയ്യുക? നമ്മുടെ ഉള്ളം യഹോവയോട് ആമേ പറ്റിയിരിക്കുക. നമ്മുടെ ഉള്ളം അവൻ്റെ പ്രാകാരങ്ങൾക്കായി വാഞ്ചിച്ചു മോഹിക്കുക. എൻ്റെ ഉള്ളം മാൻ നീർത്തോടിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്ന പോലെ യഹോവേ ആമേൻ 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 നിനക്കായി കാത്തിരിക്കുന്നു എന്ന് പറയുക. ഈ ഒരാഴ്ചവട്ടക്കാലം നമ്മുടെ ഉള്ളം ആമേ കൂടുതൽ നമ്മുടെ ഹൃദയം ദൈവത്തോടും ദൈവ സാന്നിധ്യത്തോടും പ്രാർത്ഥനയോടും ആരാധനയോടും ഒക്കെ അധികം ഒന്ന് ചേർന്നിരുന്നാൽ ഭയങ്കരമായ ബിഗിനിങ്ങുകൾ, ഭയങ്കരമായ ദൈവപ്രവൃത്തികൾ, ഭയങ്കരമായ ചില ദൈവിക വിടുതലുകൾ ആമേ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഒന്ന്, ആമേ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. എന്ത് പ്രയോജനം? അവൻ സഹായവും പരിചയം. രണ്ട്, യഹോവയ്ക്കായി ആമേ കാത്തിരിക്കുന്നു. എന്ത് പ്രയോജനം? അവന്റെ രക്ഷയിൽ ആനന്ദിപ്പാൻ ഇടയാകും. മൂന്ന്, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ആമേ മൗനമായി ഞാൻ യഹോവയ്ക്കായി, എൻ്റെ ഉള്ളം യഹോവയ്ക്കായി മൗനമായി കാത്തിരിക്കുന്നു. ആമേൻ സ്വത്രം. എന്ത് പ്രയോജനം? നീ കുലുങ്ങാൻ അവൻ അനുവദിക്കത്തില്ല. നാല്, ആമേ എൻ്റെ ഉള്ളം യഹോവയോട് പറ്റിയിരിക്കുന്നു. എന്ത് പ്രയോജനം? അവന്റെ വലം കൈ നിന്നെ താങ്ങും. ഈ പകലിൽ എല്ലാ കണ്ണുകളും ആയിരിക്കുന്ന ഇടങ്ങളിൽ അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച്, യേശുവേ ആമേ എൻ്റെ ഉള്ളം അങ്ങയോട് പറ്റിയിരിപ്പാൻ, അങ്ങയോട് ചേർന്നിരിപ്പാൻ, ആമേ ഈ ദിവസങ്ങളിൽ അധികം ദൈവ സാന്നിധ്യത്തോട് പറ്റിയിരിപ്പാൻ എന്നെ സഹായിക്കും. എൻ്റെ ഉള്ളം, എൻ്റെ ഹൃദയം അങ്ങേ വിട്ട് സഞ്ചരിച്ച ആമേ അനേക മേഖലകളുണ്ട്, അനേക ദിവസങ്ങളുണ്ട്, ആഴ്ചകളുണ്ട്. എന്നോട് ക്ഷമിക്കണം. ഈ ദിവസങ്ങൾ എൻ്റെ ഉള്ളം നിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിപ്പാൻ, നിന്നോട് പറ്റിയിരിപ്പാൻ, ആമേൻ നിന്റെ രക്ഷയിൽ സന്തോഷിപ്പാൻ ആമേൻ സഹായിക്കണമേ. ആമേൻ അങ്ങത് ചെയ്യുകയാൽ നന്ദി. നിന്റെ ജനത്തെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ വലം കൈ ഇവരെ താങ്ങുകയാൽ നന്ദി പറയുന്നു കർത്താവേ. കൃപ കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ.